മനുഷ്യരൊന്നും ഇല്ലടോ അനൂപേ. ജീവിതത്തിൽ പലതരത്തിലും പലതിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? കറക്റ്റ്. ഹലോ ചേച്ചി, ഫുഡ് കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചോ? നല്ല കമൻറ്റുകളിലൂടെ എന്തിനാണ് അന്യസ്ത്രീകളെ ചീത്ത പറയുന്നത്? ജീവിക്കാൻ പെടാപ്പാട് പെടുകയായിരിക്കും. പിന്നെ ജീവിക്കാൻ പെടാപ്പാട് തന്നെയാണോ? ഓക്കെ. പക്ഷേ കമൻ്റ് ഇടുന്നവർക്ക് ഇപ്പം അതൊന്നും അറിയണ്ട. നമ്മൾ കായും പോയും മായും ഒക്കെ വിളിക്കും. അവൾ ലൈവിൽ വന്നിട്ടില്ലേ, അവൾ ലൈവ് ഇട്ടിട്ടില്ലേ, എൻ്റെ ഫോണ് എൻ്റെ കാശ്, ഞാൻ വിളിക്കും, എനിക്ക് നല്ല തന്തയില്ല, അങ്ങനെയുള്ളൊരു വിളിക്കും. ഞാനൊന്ന് കമൻ്റൊന്നും കാണുന്നില്ല. ഞാനൊന്ന് മനസ്സിലായില്ല. ഹലോ ഡിയർ, നൈസ്. ഓക്കെ, താങ്ക് യു. ബിജോ, മറ്റേ ബിജോ ആണ്. ബിജോ എൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയടാ. പറയടാ, എന്തുണ്ടാ വിശേഷം? നീ ഇപ്പം എന്താടാ വിളിക്കാത്തത്? നീ വിളിച്ചിട്ടുണ്ടായിരുന്നാണല്ലോ. ഇപ്പം നിൻ്റെ വിളിയുമില്ല, ഒന്നുമില്ല. എന്തു പറ്റി പറ. ബിജു എന്നെ നല്ല ഇഷ്ടമായിരുന്നു. ഞങ്ങളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കുമായിരുന്നു. അപ്പം അവൻ എന്നെയും വിളിക്കുന്നില്ല. തേണ്ടി എന്താടാ വിളിക്കാത്തത്? ഇന്നലെ ഞാൻ വന്നിട്ടില്ല. ഇനി അഥവാ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ക്ഷമി. ലിപ്സ്റ്റിക്ക് ഇടാമോ? ഇത്താ, ഞാൻ ഇന്നിട്ടിട്ടില്ലടാ. കേസ് 750 കണോർ. ആരാത്? ഞാനാ. പോയി ചാവ് ഡാഷ് മോളെ, കോപ്രായം കാണിക്കാതെ. നീ വെടിയാണ് ഡാഷ് മോളെ. അഞ്ജലിക്ക് എന്തുവാടി? അഞ്ചൽ എന്നാണോ? എന്തെങ്കിലുമൊക്കെ ആട്ടെ. നിൻ്റെ ഉമ്മാക്ക് എന്തുവാടി? നീ പറഞ്ഞ സാധനമല്ലേ? നല്ല കളിമണ്ണും പിന്നെ അധികം വെള്ളം കൂട്ടാതെ നല്ല ഇടിച്ച് കുഴച്ച് നല്ല പരുവമാക്കി നിൻ്റെ അമ്മയുടെ കാല് രണ്ടും അകത്തി വെച്ച് അവിടേക്ക് അടിച്ച് കയറ്റി അതിന് തുളയിട്ടായിരിക്കുകയാണോടാ? അതിൽ കയറിയാണോ അച്ഛൻ ഉണ്ടാക്കുന്നത്? ലിപ്സ്റ്റിക്ക് കളർ ഭംഗിയില്ല, മറ്റേ കളറാണ് ഭംഗിയുണ്ട്. ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ലടാ. അനൂപ് എനിക്കിഷ്ടമായി. നിക്കാബും ഇട്ട് പരദൂഷണം. ഇതിട്ടിട്ടും പരദൂഷണം പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടാ? എനിക്ക് വയ്യ. എടി കൊല്ലം ജില്ലക്കാരി, തലയിലിട്ടത് എടുത്ത് മാറ്റ്. ഒരു തെറ്റ് 1000. തലയിലിട്ടത് എടുത്ത് മാറ്റാൻ നിൻ്റെ ഫാദർ വാങ്ങി തന്നതല്ലടോ. ഈ തെറ്റ് എന്താണ് എനിക്കറിയില്ലടോ. എന്തിനാ നിക്കാബിട്ട് വായിൽ തൊന്നൊക്കെ വിളിച്ച് പറഞ്ഞു? ചുമ്മാ ഒരു രസം. അവരെ അങ്ങനെ പറയുമ്പോൾ അവർ മനസ്സുകൊണ്ട് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ശരിയാണോ അനൂപേ? തെറ്റ് പറ്റി അവൾക്ക്. പക്ഷെ ആ തെറ്റ് പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറേ അഹങ്കാരം കാണിച്ചു. അവിടെയാണ് കാരണം. നമുക്കൊരു മുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മുതൽ കിട്ടിയ അഹങ്കാരം നമ്മൾ ഒരിക്കലും കാണിക്കരുത്. കാരണം തന്നത് തിരിച്ചെടുക്കാൻ പടച്ചവന് ഇത്തിരി നേരം മതി. എന്ത് മുതലും നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് പടച്ചവനാണ്. നമ്മളവിടെ അഹങ്കാരം കാണിച്ച് ഇനി നിങ്ങളെ എനിക്ക് വേണ്ട, നിങ്ങളുടെ സഹായം എനിക്ക് വേണ്ട, നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ കയ്യും കണ്ണീരോടും കൂടി വരില്ല എന്നൊക്കെ നമ്മളൊരു അഹങ്കാരത്തോടു കൂടെ പറയുമ്പോൾ ചിലപ്പോൾ അത് പടച്ചവൻ കേൾക്കും. നമ്മൾക്ക് കിട്ടിയതിനെ നമ്മൾ നല്ലതുപോലെ സംരക്ഷിച്ച് കൊണ്ടു നടക്കാനും അതിന് പടച്ചവനോട് നന്ദി പറയാനും ആണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നേരെ തിരിച്ച് നമ്മളതിനെ അഹങ്കാരത്തോടു കൂടെ കാണുമ്പോൾ നമ്മൾ പറയില്ലേ, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും അഹങ്കരിക്കരുതെന്ന്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമുക്ക് തന്നതിനെ പടച്ചവൻ തിരിച്ചെടുക്കാൻ അധികം നേരമൊന്നും വേണ്ട. നെഞ്ചിലേക്ക് പറ്റിയതും അവിടെയാണ് ഒരു തെറ്റ്. ആ വിവാഹങ്ങൾ കഴിഞ്ഞ പാടെ കുറേ കോമാളിത്തരങ്ങൾ ഷാനിനെ വെച്ചിട്ടും അവളും ജീവിതത്തിൽ കാണിച്ചു കൂട്ടി. അന്ന് തന്നെ ഒരുപാട് പേര് കമൻ്റ് ഇട്ടുണ്ടായിരുന്നു, ഇതൊന്നും അധികം ദൂരം പോവില്ല എന്നുള്ളത്. പിന്നെ പെട്ടെന്ന് തന്നെ അവൻ ആ ചാനലിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യവും അവൾക്കില്ല. ഒന്ന് നോക്കി ഷാനിൻ്റെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ ഷാൻ എന്താണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരിക, അതായിരുന്നു. പക്ഷെ ഇതെന്താ, അപ്പോഴത്തെ ഒരു റീച്ച്, അപ്പോഴത്തെ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് കുറേ കാണിച്ചു കൂട്ടി. അതുകൊണ്ടാണ് ഇപ്പോൾ അവളെ ആളുകൾ കളിയാക്കുന്നത്. എന്തായിരുന്നു അന്ന് നീ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്? ഞാൻ ഫസ്റ്റും അവളുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീൻ ഫാമിലിയിലും നമ്മുടെ ഷെഫീനത്തയുടെ വീഡിയോസിലൊക്കെ അവളുടെ ഉമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, എന്തിനാ അവരുടെ ജീവിതം, അവരുടെ ലൈഫ്, അവരാരെ തിരഞ്ഞെടുത്ത എന്താ? എത്രയോ പേര് 2, 3, 4 കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ദിലീപ് പൈസയുള്ളവനാ, എത്ര ചീത്തപ്പേര് ഇപ്പോൾ കേട്ട്. കാവ്യമാധവനെ കല്യാണം കഴിച്ചതിൽ എന്നിട്ടിപ്പോൾ അവൻ ജീവിക്കണില്ലേ? പിന്നെ മുകേഷ് ഇല്ലേ, അങ്ങനെ എത്ര പേര്.
അത്ര തന്നെ ഉള്ളൂ. പക്ഷെ അവൾക്ക് പറ്റിയൊരു തെറ്റ് ഇതാണ്, ഇതാ കളർ പർദ്ദ ഇടാമോ. പിന്നെ ഡേഷ് ഓഫീസിൽ ആണ് പൊങ്ങി. സോ ഓഫീസിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പെരുമാറടാ. എന്നുവെച്ചാ പ്രബന്ധോ എന്താണ് നിൻ്റെ ഒരു പേര്, പരമ്പാന്തോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നിനക്ക് എത്ര വാപ്പയുണ്ട് ഡാഷ് മോളെ? നിനക്ക് എത്ര വാപ്പയുണ്ടെന്ന് നീ എന്നോട് ചോദിക്കാൻ കാരണം വേറൊന്നല്ല, നീ നിൻ്റെ അമ്മയുടെ കൂടെ രാത്രി കണ്ടവരെയൊക്കെ നച്ചാൽ നീ അപ്പനെന്ന് വിളിച്ചിരിക്കുന്നു. അതെൻ്റെ തെറ്റല്ല. ഏതൊരു മനുഷ്യനും ഒരൊറ്റ വാപ്പ ഉണ്ടാവുള്ളൂ. ഒരൊറ്റ വാപ്പാടെ ഇത് ഉമ്മാടെ അവിടേക്ക് പോയിട്ട് എന്തുണ്ടാവുള്ളൂ, ആരും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നീ പറഞ്ഞില്ലേ DNA ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അച്ഛനാരാന്ന് കണ്ടുപിടിന്നിട്ട് നീ എത്ര വാപ്പയാണെന്നുള്ള ചോദിച്ചപ്പോഴാണ്. സാരമില്ലടാ, നീ നിൻ്റെ ഉമ്മാടെ കൂടെ കണ്ടവരൊക്കെ അപ്പ 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 എന്ന് അമ്മ വിളിപ്പിച്ചിരിക്കുന്നു. പോട്ടെ, വീട്ട് കള. കറക്റ്റ് സമയം ഒന്ന് ചോദിച്ചു നോക്കടാ ഉമ്മാട്, ആ സമയത്ത് വന്നവരുടെ. അപ്പം നിൻ്റെ തന്താരെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ആരാണ് പേ പിടിച്ച പട്ടി, അത് നിൻ്റെ തന്ത. ഞാൻ കുറേ മുന്നേ ഒരു കമൻ്റ് ഇട്ടു, പക്ഷേ അത് തന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതാണ്, അല്ല മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞത്. അതിന് എനിക്ക് വയറ് നിറച്ച് കിട്ടി. എന്നാലും പെങ്ങളെ ബാഡ് കമൻ്റ് ആണെന്നുണ്ടെങ്കിൽ വയറ് നിറച്ചെന്നെ കിട്ടും. ഓക്കെ. വൈബ് ഡാഷിൽ രോമമുണ്ടോ? ഇല്ലടാ. നീ അവിടെ പഠിക്കുന്നവനാണോ? പറ. തള്ളയുടെ കാരടാ പഠിക്കാം, പെങ്ങളാരുടെ പഠിക്കും പറ. ഞാൻ പോയിട്ട് വരാം. ആയിക്കോട്ടെ അനുപേട്ടോ, പോയിട്ട് വരോ. പോകാതെ കരിയിലക്കാറ്റേ ദൂരെ പോകാതെ എന്നുവെച്ചാ അതടി നിന്റെ തള്ള അവിടെ വെടിപ്പുര നടത്തണമെന്നുള്ളത് അറിയാം. അതുകൊണ്ടാണല്ലോ നീ ചോദിച്ചത് എത്ര വാപ്പ ഇന്ന്. പോട്ടി പൊടി കൊച്ചു കള്ളത്തി. സിന്ധു ഹായ് താ. എന്തുണ്ട് വിശേഷം ചേച്ചി, പറയൂ. തള്ളേ എന്തുവാ ഉമ്മർ സുഖം വേണോ? ആ സുഖം നീ ഉമ്മാക്ക് കൊടുക്കടാ, പാവം. കണ്ണിൽ വൈബ് ഡാഷിൽ വഴുതനങ്ങ കയറ്റാറുണ്ടോ? അത് നിൻ്റെ ഉമ്മ ആളെ കിട്ടാത്തപ്പോൾ കയറ്റാറുണ്ടോടാ? അവൻ്റെ ഉമ്മ അങ്ങനെയാണ്, കസ്റ്റമറെ കിട്ടി ഒരു ദിവസം കസ്റ്റമർ ഇല്ലാതാവുമ്പോൾ അവൻ്റെ ഉമ്മ വഴുതൻ്റെ പ്രയോഗങ്ങൾ നടത്തും അല്ലേ കുട്ടിയെ. ബാഡ് കമൻറ്റ് അല്ല ബൈ. ആയിക്കോട്ടെ. ഹായ് അസ്സലാം വലൈക്കും. റഹ്മത്ത് വലൈക്കും അസ്സലാം. ഇങ്ങനെ കുറേ ആളുകൾ എന്ത് ചെയ്യാനാ അക്ക, എന്തുവാ പറയടാ കുഞ്ഞാ. ചക്കരൂടെ എന്നെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് വയ്ക്കടാ, ഒന്ന് സബ് ചെയ്ത് കൂടെ കൂട്ടരെ കൊണ്ട്. എന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? ഒന്നൊരു പ്രാന്തുള്ളത് ഒപ്പം കൂടെ ഉള്ളത് നല്ലതല്ലടാ. പൈസ അയക്കാൻ പറ്റുന്നില്ല ഫാത്തു.